പെർമിറ്റേഷൻ സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. പെർമിറ്റേഷൻ ഓൺ എ ഫൈനൈറ്റ് സെറ്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം പെർമിറ്റേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ n എലമെന്റ്സ് ഉള്ള സെറ്റാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം തൽക്കാലം എ എന്ന് പറയുന്നത് 1 2 3 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുക്കാം. അതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ എയിൽ നിന്ന് എയിലോട്ട് തന്നെയുള്ള ഒരു ഫംഗ്ഷൻ, എയിൽ നിന്ന് എയിലോട്ട് തന്നെയുള്ള ഒരു 1 1 ഓൺ ടു ഫംഗ്ഷനുകളെയാണ് നമ്മൾ പെർമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഐഡന്റിറ്റി ആയിട്ട് മാപ്പ് ചെയ്യാം. 1 ഈസ് മാപ്പ് ടു 1, 2 ഈസ് മാപ്പ് ടു 2, 3 ഈസ് മാപ്പ് ടു 3. അതൊരു പെർമിറ്റേഷൻ അല്ലേ? 1 1ലോട്ട് തന്നെ മാപ്പ് ചെയ്തു, 2 2ലോട്ട് മാപ്പ് ചെയ്തു, 3 3ലോട്ട് മാപ്പ് ചെയ്തു. എല്ലാത്തിനും ഇമേജസ് ഉണ്ട്, എല്ലാത്തിന്റെ ഇമേജ് യുണീക്കും ആണല്ലോ. അത് 1 1 അല്ലേ? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഉണ്ട്, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉണ്ട്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഉണ്ട്. ഒന്ന് രണ്ടെണ്ണത്തിന് ഒരിക്കലും ഒരേ ഇമേജ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് 1 1 ആണ്. അതുപോലെ തന്നെ എയിൽ നിന്ന് എയിലോട്ടാണ് നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. 1 2 3ക്ക് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട് ഇത് 1 1 ഓൺ 2 ആണ്. അതൊരു പെർമിറ്റേഷന്റെ എക്സാമ്പിൾ ആണ്. അത് ഒരു 1 1 ഓൺ 2 ആയിട്ടുള്ള അത് പെർമിറ്റേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പെർമിറ്റേഷൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാപ്പിംഗ് ആണ്. ഇനി നമുക്ക് വേറൊരെണ്ണം എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരെണ്ണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ 3 എലമെന്റ്സ് ഉള്ള സെറ്റിൽ നമുക്ക് ആക്ച്വലി 3 ഫാക്ടോറിയൽ പെർമിറ്റേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊരു പേപ്പറിലോട്ടൊന്ന് എഴുതാം, ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് 1 1 1 2 1 1 2 2 3 3. 1നെ 1ലോട്ട് മാപ്പ് ചെയ്തു, 2നെ 2ലോട്ട് മാപ്പ് ചെയ്തു, 3യെ 3ലോട്ട് മാപ്പ് ചെയ്തു. ഒരെണ്ണം കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമതൊരു പെർമിറ്റേഷൻ കണ്ടുപിടിക്കാം. 1 1 തന്നെ 2ഉം 3യും കൂടെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. മനസ്സിലായോ? രണ്ടാമത്തെ സെറ്റ് പെർമിറ്റേഷൻ ഞാൻ പറയുവാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഐഡന്റിറ്റി മാപ്പിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ചുമ്മാ 1 മാപ്സ് ടു 1, 1 ആരോ 1, 2 ആരോ 2, 3 ആരോ 3 ഇട്ട ആദ്യത്തെ പെർമിറ്റേഷൻ കിട്ടി. ഇനി ഞാൻ രണ്ടാമതൊരു പെർമിറ്റേഷൻ പറയുവാണ്. 1 1ലോട്ട് തന്നെ 2 to 3, 3 to 2. തിരിച്ച് 2ഉം 3 ഇന്റർചേഞ്ച് ചെയ്തു. 2വിന്റെ ഇമേജ് 3യും 3യുടെ ഇമേജ് 2ഉം എടുത്താൽ അതും 1 1 അല്ലേ? 1 നമ്മൾ ഫിക്സ് ചെയ്തു, 2ഉം 3യും കൂടെ ഇന്റർചേഞ്ച് ചെയ്തു. മനസ്സിലായോ? രണ്ടാമത്തെ പെർമിറ്റേഷൻ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് 1 1 2 2 3 3 എന്നുള്ള മാപ്പിംഗ് ആയിരുന്നു. ഞാൻ മാപ്പ് മാത്രമേ പറയുന്നുള്ളേ. ആ ഇമേജ് 1 to 1 എന്ന് പറഞ്ഞാൽ 1 ഈസ് മാപ്പ് ടു 1. ഇനി രണ്ടാമത്തെ സെറ്റ് നമ്മൾ പറഞ്ഞത് 1 1 2 3ലോട്ട് 3 2ലോട്ട്. രണ്ടാമത് ഒരെണ്ണം കിട്ടിയില്ലേ? ഇനി നമുക്ക് 2 ഫിക്സ് ചെയ്യാം. 2 ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 2ലോട്ട് തന്നെ 1 3ലോട്ടും 3 1ലോട്ടും. മൂന്നാമത്തെ കിട്ടിയോ? 1 ഈസ് മാപ്പ് ടു 3, 2 ഈസ് മാപ്പ് ടു 2, 3 ഈസ് മാപ്പ് ടു 1. 2 മാത്രം ഫിക്സ് ചെയ്തു, 1ഉം 3യും കൂടെ ഇമേജസ് ഇന്റർചേഞ്ച് ചെയ്തു. 1ന്റെ ഇമേജ് 3, 3യുടെ ഇമേജ് 1, 2വിന്റെ ഇമേജ് 2 തന്നെ. അപ്പൊ നമ്മൾ 2 ഫിക്സ് ചെയ്തു. അടുത്തത് നമുക്ക് 3 ഫിക്സ് ചെയ്യാം. 3 ഫിക്സ് ചെയ്തു. 3 ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഫിക്സ് ചെയ്യുമ്പോൾ 1 ഈസ് മാപ്പ് ടു 2, 2 ഈസ് മാപ്പ് ടു 1, 3 ഈസ് മാപ്പ് ടു 3. 4 എണ്ണം ആയില്ലേ ഇപ്പം? നമ്മൾ ആദ്യം ഐഡന്റിറ്റി പറഞ്ഞു, പിന്നെ 1 ഫിക്സ് ചെയ്തു, 2 ഫിക്സ് ചെയ്തു, 3 ഫിക്സ് ചെയ്തു. അതായത് 3 എലമെന്റ്സ് ഉള്ള സെറ്റിന് നമ്മൾ 4 മാപ്പിംഗ് ഇപ്പൊ തന്നെ പറഞ്ഞു. ഈ മാപ്പിങ്ങുകളെല്ലാം 1 1 ഓൺ 2 ആ. കാരണം എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് ഇതിനെ മാപ്പ് ചെയ്യപ്പെട്ടേക്കുന്നത്. എല്ലാത്തിനും ഒറ്റ പ്രീഇമേജേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു സമയം 1ന് 1 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 ഇമേജ് വരുന്ന വേറൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ 1 ഫിക്സ് ചെയ്ത് പറഞ്ഞു, 2 ഫിക്സ് ചെയ്ത് പറഞ്ഞു, 3 ഫിക്സ് ചെയ്ത് പറഞ്ഞു, ഐഡന്റിറ്റി പറഞ്ഞു. ഇതല്ലാതെ ഇനിയുണ്ട്. നമുക്ക് 1നെ 2ലോട്ടും 2വിനെ 3ലോട്ടും 3യെ 1ലോട്ടും സൈക്ലിക് ആയിട്ട് മാറ്റുക. ഐഡന്റിറ്റിനെ നമ്മൾ സൈക്ലിക് ആയിട്ട് മാറ്റുവാണ്. നമ്മൾ 1 1 2 2 3 3 എന്നല്ലേ നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് പറഞ്ഞത്. അതിന് പകരം അഞ്ചാമത് ഞാൻ പറയാൻ പോകുന്ന മാപ്പിംഗ് ഒന്ന് എഴുതണേ. അഞ്ചാമത്തെ മാപ്പിംഗ് എന്ന് പറയുന്നത് 1:2. 1 2ലോട്ട്, 2 3ലോട്ട്, 3 1ലോട്ട്. 1ന്റെ ഇമേജ് 2, 2വിന്റെ ഇമേജ് 3, 3യുടെ ഇമേജ് 1. അഞ്ചാമത്തെ ഒരെണ്ണം കിട്ടിയില്ലേ? ഇത് നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. ഇനി ആറാമത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിന് ഒന്നും കൂടെ കറക്കാം. നമ്മളിപ്പം 1 2ലോട്ട് പോയി, ഇനി 1 3ലോട്ട് പോയി, 1 3ലോട്ട്, 2 1ലോട്ട്, 3 2ലോട്ട്. അവസാനത്തെ. അങ്ങനെ 6 എണ്ണമാണ് നമുക്കുള്ളത്. അവസാനത്തെ കിട്ടിയോ എല്ലാവർക്കും?
നമ്മൾ 1 2 3 പറഞ്ഞു, പിന്നെ 2 3 ഇമേജസ് ആണ് ഞാൻ പറയുന്നത്. ഐഡന്റിറ്റി ആയതപ്പം ഇമേജുകൾ തന്നെ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞു. രണ്ടാമത് ഒന്ന് സൈക്ലിക് ആയിട്ട് കറക്കി, അപ്പൊ 2 3 1 വന്നു. 1 ഈസ് മാപ്പ് ടു 2. അഞ്ചാമത്തെ പറഞ്ഞ സെറ്റ് 1 2 2 3 3 1 അവസാനത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 2 2 1 3 2 2. കിട്ടിയോ? അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ആക്ച്വലി നമ്മൾ ആ 1 2 3 എന്നുള്ള ഓർഡർ സൈക്ലിക് ആയിട്ട് മാറ്റുക. ആദ്യത്തെ ഐഡന്റിറ്റിക്ക് 1 2 3, പിന്നെ നമ്മൾ അഞ്ചാമത് പറഞ്ഞത് 2 3 1, അടുത്തത് 3 1 2. ഓക്കെ, ഇങ്ങനെ 6 എണ്ണമാണ് 3 എലമെന്റ്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് 3 എലമെന്റ്സിന്റെ സെറ്റ് ആണ്. അതിന് പോലും 6 എണ്ണം ഉണ്ട്. മനസ്സിലായോ? 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ അകത്ത്, 3 എലമെന്റ്സ് ഉള്ളതിന്റെ അകത്ത് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ അകത്ത് n എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ അകത്ത് n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ആണ് വരുന്നത്. അപ്പം 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ അകത്ത് 3 പെർമ്യൂട്ടേഷൻ ആണ് വരുന്നത്. ഈ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ മനസ്സിലായോ? എയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 ആണ്. അപ്പൊ ആ 1 2 3 ൽ നിന്ന് 1 2 3 തന്നെയുള്ള 1 1 on 2 ഫംഗ്ഷനുകളെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത 6 ഫംഗ്ഷനുകൾ നമ്മൾ ആദ്യത്തെ ഈ പറഞ്ഞ നമ്മളെ മാപ്പിംഗ് മാത്രം പറഞ്ഞ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് പോവുക ചെയ്ത്, ഇത് ഓരോന്നും 1 1 ആണ്, ഓൺ 2 ആണ്. കാരണം അതിനകത്ത് 1 2 3 എന്നുള്ള നമ്പറുകൾ മാത്രമേ വരുന്നുള്ളൂ. എല്ലാം ഒരു പ്രാവശ്യം മാത്രമല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് 1 1 ആണ്, ഓൺ 2 ആണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ പെർമ്യൂട്ടേഷൻ എന്താന്നുള്ളത്? ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഫ്രം എ ടു എ വിച്ച് ഈസ് ബോത്ത് 1 1 ഓൺ 2, 1 1 ഓൺ 2 ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്ന് വേറൊരു അതേ ഫൈനൈറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്ന് അതേ ഫൈനൈറ്റ് സെറ്റിലോട്ട് തന്നെയുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്.